കഴിഞ്ഞ ദിവസം ഞാനൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ദുബായ് വഴി UK പോകുന്ന ഒരു കസ്റ്റമറെ ദുബായിൽ വെച്ചിട്ട് ഇമിഗ്രേഷൻ പിടിച്ച് പോലീസ് ഏൽപ്പിച്ച കാര്യം. അപ്പോൾ ഒരു കസ്റ്റമർ എന്നെ വിളിച്ച് ചോദിച്ചു ബാക്കി എന്തൊക്കെ കൊണ്ടുപോകണ്ട എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ദുബായ് ബാഗേജ് റൂൾ 2025 വെച്ചിട്ട് ഉള്ള അപ്ഡേറ്റുകളാണിത്. ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് നമുക്കറിയാം കൊണ്ടുപോകാനേ പറ്റില്ല. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോം മെയ്ഡ് ഫുഡിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലുണ്ടാകുന്ന അച്ചാറുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ദുബായിലേക്ക് സാധാരണയായിട്ട് കൊണ്ടുപോകും. അത് ലീഗലി കൊണ്ടുപോകാനേ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് അത് സീൽഡ് ആണ് എങ്കിൽ ആ പാക്ക് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലാതെ വീട്ടിലുണ്ടാക്കിയിട്ട് കവറിനകത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. നോൺ വെജ് എന്താണെങ്കിലും പറ്റില്ല. ഇനി അടുത്തതായിട്ടുള്ളത് കണ്ടന്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലും പറ്റില്ല. അതായത് പ്രിന്റഡ് മെറ്റീരിയൽ ആവട്ടെ, ബുക്ക് ആയിക്കൊള്ളട്ടെ, പെയിന്റിങ്സ് ആയിട്ടുള്ള, സ്റ്റോൺ ആയിട്ടുള്ള എന്താണെങ്കിലും കണ്ടന്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടോ അത് കൊണ്ടുപോകാനേ പറ്റില്ല. എന്താണ് കണ്ടന്റ് റെസ്ട്രിക്ട് നോക്കാം. അവരുടെ, അതായത് മിഡിൽ ഈസ്റ്റിന്റെ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായിയുടെ റിലീജിയനെയോ അവരുടെ കൾച്ചറെയൊക്കെ നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റംസും കൊണ്ടുപോകാനേ പറ്റില്ല. അതുപോലെ ഐവറി പോലുള്ള, അതായത് ആനിമൽസിന്റെ ഒരു പാർട്സുകളുമായിട്ട് നമുക്ക് പോകാനേ പറ്റില്ല. അതേപോലെ കുറച്ച് ഐറ്റംസ് പ്രീ അപ്രൂവൽ ഉണ്ട്. പ്രധാനപ്പെട്ടത് മെഡിസിൻ ആണ്. മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മെഡിസിൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നിർബന്ധമായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും അതേപോലെ മെഡിക്കൽ സ്റ്റോറിന്റെ ബില്ലും കയ്യിൽ ഉണ്ടായിരിക്കണം. അത് എമിഗ്രേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രീ അപ്രൂവൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ചില മെഡിസിൻ, അതായത് ചില കണ്ടന്റ് ഉള്ള മെഡിസിൻ കൊണ്ടുപോകാനേ പറ്റില്ല. കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള മെഡിസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തേക്കാം. അത് നിങ്ങൾ നിർബന്ധപൂർവ്വം വായിച്ചിട്ട് ആ കണ്ടന്റ് ഉള്ള മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അത് പുതുതായിട്ട് വാങ്ങിച്ചു, നമ്മൾ റെഗുലറായിട്ട് ഇരിക്കുന്ന മൊബൈലൊക്കെ കുഴപ്പമില്ല. അല്ലാതെ പുതുതായിട്ടൊക്കെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അതിന്റെ ബില്ല് എടുക്കണം. എമിഗ്രേഷനിൽ വെച്ചിട്ട് പ്രീ അപ്രൂവൽ വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തതായിട്ട് ആൽക്കോൾ നിങ്ങൾക്കറിയാം ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നത്. ഏതാണോ ഫ്ലൈറ്റ് എടുക്കുന്നത് ആ എയർലൈനുമായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റി ആണ് അവർ അനുവദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ആൽക്കോൾ എടുക്കാൻ പാടുള്ളൂ. ഇത്രയൊക്കെയാണ് ദുബായിലേക്ക് പോകാനുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ. ബാഗേജ് പോളിസി. ഓക്കെ, ബൈ.